അൾട്ടിമേറ്റ് CS2 പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാപ്റ്റർ 5 വെബ് ഡിസൈനിങ് യൂസിങ് HTML. അതിനകത്ത് മെയിൻ ആയിട്ട് 5 ടാഗുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ഫോംസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ഹൈപ്പർ ലിങ്ക്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ലിസ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലിസ്റ്റ് എന്താണ് ലിസ്റ്റ്? ഇപ്പൊ നമ്മുടെ ടീച്ചർ നമ്മുടെ ക്ലാസ്സിലെ ലീഡറിനെ വിളിച്ചിട്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ ബുക്ക് ആവശ്യമുള്ള കുട്ടികളുടെ പേര് എഴുതാനായിട്ട് പറയുകയാണെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ എന്താ ചെയ്യാം? ഒന്ന് ആദ്യത്തെ ആളുടെ പേര് എഴുതി, 2 എന്നിട്ട് അടുത്ത ആളുടെ പേര് എഴുതി, 3 എന്ന് പറഞ്ഞാൽ അടുത്ത ആളുടെ പേര് എഴുതി. അങ്ങനെ ഒരു നമ്പർ ഇട്ടിട്ടായിരിക്കും ആള് പേര് എഴുതിയിരിക്കുന്നത്. ഇപ്പൊ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ലിസ്റ്റ് ആണ്. ഇത് നമുക്കൊരു എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. ലിസ്റ്റ് എസെൻഷ്യൽ ടാഗ്സ് യൂസ്ഡ് HTML എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ 1 HTML ടാഗ്, 2 ഹെഡ് ടാഗ്, അങ്ങനെ നമുക്ക് 1, 2 നമ്പർ ഇട്ടിട്ട് എഴുതാം. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാം? ഒരു ആസ്ട്രിക് സിമ്പിൾ ഇട്ടിട്ട് നമ്മൾ ആദ്യത്തെ ടാഗിന് ആദ്യം എഴുതി കൊടുക്കും, രണ്ടാമത്തെ ടാഗിന് അടുത്ത ആസ്ട്രിക് സിമ്പിൾ എഴുതി കൊടുക്കും, അല്ലെങ്കിൽ ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതി കൊടുക്കും. അങ്ങനെ നമ്മൾ ബുള്ളറ്റ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് 3 ടൈപ്പ് ലിസ്റ്റ് ആണ് നമുക്ക് HTML വഴി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓർഡേർഡ് ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ്, ഡെഫിനിഷൻ ലിസ്റ്റ്. ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഓർഡറിംഗ് അല്ലെങ്കിൽ നമ്പറിംഗ് ഉണ്ടായിരിക്കും ഓർഡേർഡ് ലിസ്റ്റ്. അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ചൊരു ഓർഡറിംഗ് ഉണ്ടായിരിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആസ്ട്രിക് സിമ്പിളോ അല്ലെങ്കിൽ ഒരു ഡോട്ടോ അല്ലെങ്കിൽ സർക്കിളോ അല്ലെങ്കിൽ സ്ക്വയറോ ഒക്കെ ആയിരിക്കും നമ്മൾ, ബുള്ളറ്റ്സ് ആയിരിക്കും അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനെയാണ് എന്ന് പറയുന്നത് അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തൊരു ടൈപ്പ് ലിസ്റ്റ് ആണ് ഡെഫിനിഷൻ ലിസ്റ്റ്. നമുക്ക് ഡെഫിനിഷൻസ് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഡെഫിനിഷൻ ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. അൺഓർഡേർഡ് ലിസ്റ്റ് ആണ് ആദ്യം വരുന്നത്. അത് നോക്കാം. ഒരു സ്ക്വയർ ഇട്ടിട്ട് നമുക്ക് ലിസ്റ്റിലുള്ള ഐറ്റംസിനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഡോട്ട് ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു സർക്കിൾ ചെയ്തിട്ട് നമുക്ക് ലിസ്റ്റുകൾ അവിടെ കൊടുക്കാൻ പറ്റും. ഇനി ഓർഡർ ലിസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് 1, 2, 3 എന്നുള്ള ഓർഡർ കൊടുക്കാം, അല്ലെങ്കിൽ ABC എന്നുള്ള ഓർഡർ കൊടുക്കാം. അത് ക്യാപിറ്റൽ കൊടുക്കാം, സ്മോൾ ലെറ്റർ കൊടുക്കാം, അല്ലെങ്കിൽ റോമൻ ലെറ്റർ 1, 2, 3 അത് ക്യാപിറ്റലും സ്മോൾ ലെറ്ററും ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്കൊരു പർട്ടിക്കുലർ നമ്പറിംഗ് കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ളതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഡെഫിനിഷൻ ലിസ്റ്റ് നോക്കാം. ഡെഫിനിഷൻ ലിസ്റ്റിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്പാം എന്ന് പറയുന്ന ഒരു ടേമിന്റെ ഡെഫിനിഷൻ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ സ്പാം എന്ന് പറയുന്നത് വേർഡ് നമ്മളിവിടെ എഴുതി, അതിന് താഴെ അതിന്റെ ഡെഫിനിഷൻ എന്താണോ ആ ഡെഫിനിഷൻ നമ്മളിവിടെ എഴുതി കൊടുത്തു. ഈ ഒരു ഫോർമാറ്റിലാണ് നമുക്ക് ഡെഫിനിഷൻ ലിസ്റ്റ് വരുന്നത്. നമുക്ക് ഇനി ഓരോ ലിസ്റ്റ് ആയിട്ട് നോക്കാം എങ്ങനെയാണ് ഈ ലിസ്റ്റുകൾ വരുന്നത്. ആദ്യത്തേതാണ് അൺഓർഡേർഡ് ലിസ്റ്റ്. അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു നമുക്ക് നമ്പറിംഗ് ഒന്നും ഉണ്ടായിരിക്കില്ല. ബുള്ളറ്റ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലിപ്പ് ഗ്രാഫിക്സോ ഒക്കെ ആയിരിക്കും നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഈ ലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിൽ നമ്മുടെ ലിസ്റ്റിലുള്ള ഐറ്റംസ് പ്ലേസ് ചെയ്യാന്നുള്ള സമയത്താണ് നമുക്ക് ഈ ഒരു ടൈപ്പ് ലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ച് ഓർഡറിംഗ് ഒന്നും ആവശ്യമില്ല. നമുക്ക് ഏത് ഓർഡറിൽ വെച്ചാലും അത് കറക്റ്റ് ആണ് എന്നുള്ള ടൈമിലാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഞാൻ എക്സാമ്പിൾ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ നോക്കാം, നമ്മൾ 3 ടൈപ്പില് ലിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേതാണ് ഡിസ്ക് എന്ന് പറയും. ആദ്യത്തെ ഫോർമാറ്റ് ആണ് ഡിസ്ക് ഫോർമാറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് സ്ക്വയർ എന്ന് പറയുന്നത്. മൂന്നാമത്തെയാണ് സർക്കിൾ എന്ന ടൈപ്പിൽ വരുന്നത്. ഡിഫോൾട്ട് കേസ് എന്ന് പറയുന്നത് ഡിസ്ക് ആണ്. നമ്മൾ പ്രത്യേകിച്ച് ഇന്ന ടൈപ്പ് വേണമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത് ഡിസ്ക് ടൈപ്പിലാണ് നമുക്ക് ഡിസ്പ്ലേ വരുന്നത്. ഈ 3 ടൈപ്പാണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു ലിസ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓർഡേർഡ് ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. ഇനി ഈ അൺഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടാഗിന്റെ പേരാണ് UL ടാഗ്. UL അൺഓർഡേർഡ് ലിസ്റ്റിന്റെ ഷോർട്ട് ഫോം ആണ് UL എന്ന് പറയുന്നത്. ഇത് കണ്ടെയ്നർ ടാഗ് ആണ്. അപ്പൊ ഒരു ഓപ്പണിംഗ് UL ടാഗ് ഉണ്ടായിരിക്കും, ഒരു ക്ലോസിംഗ് UL ടാഗും ഉണ്ടായിരിക്കും. ഇനി ഇതിനകത്ത് വരുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ്, അൺഓർഡേർഡ് ലിസ്റ്റ്, ഓർഡേർഡ് ലിസ്റ്റ്, ഡെഫിനിഷൻ ലിസ്റ്റ്, നമ്മൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലിസ്റ്റുകളിലെ കൊടുക്കാനുള്ള ടാഗിന്റെ പേരാണ് LI ടാഗ്. ലിസ്റ്റിലുള്ള ഐറ്റംസിനെ കൊടുക്കാനുള്ള ടാഗാണ് LI ടാഗ് എന്ന് പറയുന്നത്. അതും കണ്ടെയ്നർ ടാഗ് ആണ്. അപ്പൊ നമുക്ക് ഈ ടാഗിനകത്ത് LI, അതിനകത്ത് എന്ത് എഴുതി കൊടുക്കാം? നമ്മുടെ ഡാറ്റ ഐറ്റം എന്താണോ ഐറ്റം എഴുതി കൊടുക്കാം, /LI എന്നുള്ള ഫോർമാറ്റിൽ നമ്മൾ എഴുതി കൊടുക്കും. അങ്ങനെ എത്ര എണ്ണം വേണോ അത്ര എണ്ണം നമുക്ക് എഴുതി കൊടുക്കാനായിട്ട് പറ്റും. അതാണ് എന്ത് പറയുന്നത്? LI ടാഗ് എന്ന് പറയുന്നത്.
അതുപോലെ ഇതിൽ വരുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ് ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. അപ്പൊ നമുക്ക് 3 ടൈപ്പാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഡിസ്ക്, ഡീഫോൾട്ട് ആയിട്ട് വരുന്നതാണ് ഡിസ്ക് എന്ന് പറയുന്നത്. പിന്നെയുള്ളതാണ് സ്ക്വയർ, പിന്നെ സർക്കിൾ. ഈ 3 ടൈപ്പുകളാണ് നമുക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നത്. ഡീഫോൾട്ട് എന്ന് പറയുന്നത് ഡിസ്ക് ടൈപ്പാണ് ഡീഫോൾട്ട് ആയിട്ട് വരുന്നത്. നമുക്കൊരു പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. നമുക്കറിയാം എങ്ങനെയാണ് ഈ ലിസ്റ്റ് ക്രിയേറ്റ് ആവുന്നത്. ഈ എക്സാമ്പിൾ പ്രോഗ്രാം നോക്കാം. ഇതിനകത്ത് നമ്മൾ സെൻറ്റർ ചെയ്യാനായിട്ട് അൺഓർഡേർഡ് ലിസ്റ്റ് എന്നുള്ള ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ പാർട്സ് എന്നുള്ളൊരു ഹെഡിങ് ചെറുതായിട്ട് ബോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ UL ടാഗ്, അൺഓർഡേർഡ് ലിസ്റ്റിൻ്റെ ടാഗ് ഓപ്പൺ ചെയ്തു. അതിലെ കണ്ടൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, LI എന്നുള്ള ടാഗിൽ റാം, രണ്ടാമത്തേൽ ഹാർഡ് ഡിസ്ക്, മദർ ബോർഡ്, പ്രൊസസ്സർ. അപ്പോൾ എല്ലാം LI ടാഗ് ഒരെണ്ണം ഓപ്പൺ ചെയ്തു. അതിനകത്ത് കണ്ടന്റ് കൊടുത്തു, LI ടാഗ് ക്ലോസ് ചെയ്തു. ലാസ്റ്റിൽ UL ടാഗ് നമ്മൾ ക്ലോസ് ചെയ്തു. ഈ ഫോർമാറ്റാണ് നമുക്ക് അൺഓർഡേർഡ് ലിസ്റ്റിന് വേണ്ടത്. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഔട്ട്പുട്ട് നോക്കുക. നമുക്ക് ഡിസ്ക് ടൈപ്പിലാണ് അത് വന്നിരിക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ടൈപ്പൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അത് ഡീഫോൾട്ടായിട്ട് ഡിസ്ക് ടൈപ്പാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് എന്ത് നൽകാം, ടൈപ്പ് എന്നുള്ളൊരു ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ഈക്വൽ ടു ഞാൻ സ്ക്വയർ ആണ് കൊടുക്കുന്നത്. ടൈപ്പ് ഈക്വൽ ടു സ്ക്വയർ കൊടുക്കുമ്പോൾ നമുക്ക് എന്തായിട്ട് വരണം, സ്ക്വയർ ഷേപ്പ് നമുക്ക് അവിടെ ഔട്ട്പുട്ടിൽ വരണം. വേറെ ഒന്നും ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല, ടൈപ്പ് ഈക്വൽ ടു സ്ക്വയർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. ആ സ്ക്വയർ ആണ് നമുക്കവിടെ ഡിസ്ക് മാറിയിട്ട് സ്ക്വയർ ഷേപ്പ് നമുക്കവിടെ ബുള്ളറ്റ്സ് ആയിട്ട് കിട്ടി. ഇനി നമുക്കൊരു ടൈപ്പും കൂടിയാണുള്ളത്. ആ ടൈപ്പാണ് സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ടൈപ്പ് എന്നുള്ളത് സ്ക്വയർ മാറ്റി നമ്മൾ എന്ത് കൊടുക്കുകയാണ്, സർക്കിൾ എന്നുള്ളത് കൊടുക്കുകയാണ്. സർക്കിൾ എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് സർക്കിൾ ഷേപ്പിലാണ് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ആവുന്നത്. അങ്ങനെ സൈഡിലെ ബുള്ളറ്റ്സ് നോക്കുക, സർക്കിൾ ഷേപ്പിലോട്ടത് ആയിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ടൈപ്പ് എന്നുള്ള ആട്രിബ്യൂട്ടിൽ ഡിസ്ക് എന്ന് പറയുന്നത് ഡിഫോൾട്ട് കേസാണ്. പിന്നെയുള്ള 2 നമുക്ക് വേണമെങ്കിൽ ടൈപ്പ് ഈക്വൽ ടു ആ ഒരു സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ കൊടുക്കണം, സർക്കിൾ ആണെങ്കിൽ സർക്കിൾ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അടുത്തൊരു ടൈപ്പാണ് ഓർഡേർഡ് ലിസ്റ്റ് അല്ലെങ്കിൽ നമ്പേർഡ് ലിസ്റ്റ് എന്ന് നമുക്ക് പറയാം. ഓർഡേർഡ് അല്ലെങ്കിൽ നമ്പേർഡ് ലിസ്റ്റ് എന്ന് നമുക്ക് ഈ ഒരു ലിസ്റ്റിനെ വിളിക്കാൻ പറ്റും. ഇതിന് നമ്പറിംഗ് ആണ് കൊടുക്കുന്നത്. 1 2 3 അല്ലെങ്കിൽ ABC, ക്യാപിറ്റൽ ലെറ്റർ ABC, സ്മോൾ ലെറ്റർ ABC, റോമൻ ലെറ്റർ 1 2 3. അത് സ്മോൾ ലെറ്ററിലും ക്യാപിറ്റൽ ലെറ്ററിലും നമുക്ക് കൊടുക്കാം. അപ്പൊ ഇത് യൂസ് ചെയ്യുന്ന ടാഗ് OL ടാഗ് ആണ്. ഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടാഗ് ആണ് OL ടാഗ്. കണ്ടെയ്നർ ടാഗ് ആണ്. അപ്പൊ അതിന് ഓപ്പണിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഉണ്ട്. ഈ ലിസ്റ്റിലെ ഐറ്റംസ് നമുക്ക് കൊടുക്കണമെങ്കിൽ എന്ത് ടാഗ് വേണം, LI എന്നുള്ള ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കൊരു സ്പെസിഫിക് ഓർഡറിലെ ഡാറ്റാസിനെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നമ്പേർഡ് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. 1 2 3 എന്നുള്ള ഓർഡറിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ABC എന്നുള്ള വേറൊരു ലിസ്റ്റ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ വരുന്ന ആട്രിബ്യൂട്ട് ആണ് ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. നമുക്ക് നോക്കാം അതിന്റെ വാല്യൂസ് എങ്ങനെയൊക്കെ വരിക എന്നുള്ളത്. അപ്പൊ ടൈപ്പിന്റെ വാല്യൂ നമ്മൾ ഈക്വൽ ടു 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ അതാണ് ഡീഫോൾട്ട് കേസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു ടൈപ്പ് ഈക്വൽ ടു ഒരു വാല്യൂ കൊടുത്തിട്ടില്ലെങ്കിൽ ഡീഫോൾട്ട് ആയിട്ട് വരുന്നതാണ് 1 2 3 എന്നുള്ള ഓർഡറിലാണ് ലിസ്റ്റ് ഡിസ്പ്ലേ ആവുന്നത്. അല്ല നമുക്ക് ക്യാപിറ്റൽ ABC ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ടൈപ്പ് ഈക്വൽ ടു ക്യാപിറ്റൽ A എന്നുള്ളത് ഡബിൾ കോഡ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ക്യാപിറ്റൽ ABC എന്നുള്ള ഫോമിൽ നമുക്ക് ലിസ്റ്റ് കിട്ടും. ഈ സ്മോൾ ലെറ്റർ ABC ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ടൈപ്പ് ഈക്വൽ ടു കോഡ്സിനകത്ത് സ്മോൾ ലെറ്റർ A എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്മോൾ ലെറ്റർ ABC ആണ് നമുക്ക് ഡിസ്പ്ലേ വരും. റോമൻ ലെറ്റേഴ്സ് ആണ് വേണ്ടത്, അതും സ്മോൾ റോമൻ ലെറ്റേഴ്സ് ആണെങ്കിൽ സ്മോൾ ലെറ്റർ I എന്ന് കൊടുക്കുക. ക്യാപിറ്റൽ റോമൻ ലെറ്റേഴ്സ് ആണെങ്കിൽ ക്യാപിറ്റൽ I എന്നുള്ളത് ടൈപ്പ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് ആ ഒരു ഫോർമാറ്റിലാണ് ഡിസ്പ്ലേ വരുന്നത്. ഇനി ഒന്നും കൊടുത്തില്ലെങ്കിൽ ഡിഫോൾട്ട് വാല്യൂ ആയിട്ട് നമുക്ക് 1 2 3 എന്നുള്ള ടൈപ്പിലാണ് ലിസ്റ്റ് വരുന്നത്. ഇനി ഇതിനകത്ത് വരുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. അപ്പൊ നമുക്ക് ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 തൊട്ട് തന്നെ തുടങ്ങുന്ന യാതൊരു നിർബന്ധമില്ല. നമുക്ക് വേണമെങ്കിൽ 5 തുടങ്ങാം, 4 തുടങ്ങാം, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് തുടങ്ങാം. അപ്പൊ അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സ്റ്റാർട്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ സ്റ്റാർട്ട് ഈക്വൽ ടു 5 എന്ന് കൊടുക്കുകയാണെങ്കിൽ 5 6 7 എന്നുള്ള ഓർഡറിലാണ് നമുക്ക് ലിസ്റ്റ് ഡിസ്പ്ലേ വരുന്നത്. അപ്പൊ ഇതെപ്പോഴും ഇന്റിജർ വാല്യൂ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. സ്റ്റാർട്ട് ഈക്വൽ ടു ഒരു വാല്യൂ കൊടുക്കണമല്ലോ, ആ വാല്യൂ ഇന്റിജർ വാല്യൂ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ABC അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ A അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ A അല്ലെങ്കിൽ റോമൻ ലെറ്റർ I ഒക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാ ഡിസ്പ്ലേ വരിക? അപ്പൊ അതെന്ത് ചെയ്യും, നമ്മുടെ ഇന്റിജർ വാല്യൂന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ABCയിലെ ഏതാണ് വാല്യൂ, ആ വാല്യൂ ആണ് നമുക്ക് ഡിസ്പ്ലേ വരുന്നത്. നമ്മള് ടൈപ്പ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ എന്ന് കൊടുത്തു, സ്റ്റാർട്ട് ഈക്വൽ ടു 3 എന്ന് കൊടുത്തു.
അപ്പൊ നമുക്ക് ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? സി എന്ന് പറയുന്ന ലെറ്റർ നിന്നാണ് നമുക്ക് ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എ ബി സി മൂന്നാമത്തെ പൊസിഷനിലാണ് നമുക്ക് ലെറ്റർ ലിസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ലിസ്റ്റ് സി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് എന്ന ആട്രിബ്യൂട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമുക്ക് ആ ഒരു സ്റ്റാർട്ടിംഗ് വാല്യൂ തൊട്ടാണ് നമ്മൾ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് അതേ ഓർഡറിൽ തന്നെയായിരിക്കും. 5 തൊട്ടാ തുടങ്ങുന്നുണ്ടെങ്കിൽ 5, 6, 7 എന്നുള്ള അതേ ഓർഡറിൽ പോകും. ഇപ്പൊ സി തൊട്ടാ തുടങ്ങുന്നുണ്ടെങ്കിൽ സി ഡി ഇ എന്നുള്ള അതേ ഓർഡറിൽ തന്നെ പോകും. പക്ഷെ എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഒരു ഇന്റിജർ വാല്യൂ ആണ് കൊടുക്കേണ്ടത്. നമ്മുടെ ആ പൊസിഷൻ അനുസരിച്ചിട്ടുള്ള ഒരു വാല്യൂ ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അതേത് ടൈപ്പ് ലിസ്റ്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, എക്സാമ്പിൾ നോക്കാം. നമ്മൾ ഓയിൽ ടാഗ് മാറ്റി കൊടുത്തു. യുവൽ ടാഗിന് പകരം ഓയിൽ ടാഗ് നമ്മൾ മാറ്റി കൊടുത്തു. ബാക്കിയെല്ലാം സെയിം തന്നെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഡീഫോൾട്ടായിട്ടുള്ള 1, 2, 3 ആണ് നമുക്ക് അതിനകത്ത് ഡിസ്പ്ലേ വരേണ്ടത്. നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും 1, 2, 3 റാം ഹാർഡ് ഡിസ്ക് എന്നുള്ള 1, 2, 3, 4 എന്നുള്ള ഡീഫോൾട്ട് കേസാണ് നമുക്കവിടെ ഡിസ്പ്ലേ ആയിട്ടുള്ളത്. ഇനി അടുത്തൊരു കേസ് നമുക്ക് നോക്കാം. ടൈപ്പ് എന്നുള്ള ആട്രിബ്യൂട്ട് നമ്മളവിടെ കൊടുത്തു. ഈക്വൽ ടു സ്മോൾ ലെറ്റർ എ എന്ന് കൊടുത്തു. ക്യാപിറ്റൽ ലെറ്റർ എ കൊടുത്തു. ക്യാപിറ്റൽ ലെറ്റർ എ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് എന്താ വരുന്നത്? ക്യാപിറ്റൽ ABC എന്നുള്ള ഓർഡറിലാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത് ലിസ്റ്റ്. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യാണ്? സ്മോൾ ലെറ്റർ എ കൊടുക്കുകയാണ്. സ്മോൾ ലെറ്റർ എ കൊടുക്കുമ്പോൾ നമുക്ക് സ്മോൾ ലെറ്റർ ലിസ്റ്റിംഗ് ആണ് വരുന്നത്. അപ്പോൾ അതിൽ സ്മോൾ ലെറ്റർ ABCD എന്നുള്ള ഓർഡറിലാണ് നമുക്ക് ഡിസ്പ്ലേ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് സ്മോൾ ലെറ്റർ ഐ കൊടുക്കാം. റോമൻ ലെറ്റർ ഐ നമ്പേഴ്സ് വരാൻ വേണ്ടിയിട്ടാണ് ഐ കൊടുക്കുന്നത്. അപ്പോൾ റോമൻ നമ്പർ 1, 2, 3 എന്നുള്ള ലിസ്റ്റ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. ഇനി ക്യാപിറ്റൽ ഐ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ 1, 2, 3, 4 എന്നുള്ള ഓർഡറിൽ നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റാർട്ട് എന്നുള്ള ആട്രിബ്യൂട്ടും കൂടിയും കൊടുക്കുകയാണ്. സ്റ്റാർട്ട് ഈക്വൽ ടു 3 എന്ന് കൊടുക്കുകയാണ്. സ്റ്റാർട്ട് ഈക്വൽ ടു 3 ആണെങ്കിൽ ഞാൻ റോമൻ ലെറ്റർ ഐ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3, 4, 5 എന്നുള്ള ഓർഡറിലാണ് നമുക്ക് ഡിസ്പ്ലേ വരുന്നത്. അപ്പോൾ 3, 4, 5, 6 എന്നുള്ള ഓർഡറിലാണ് നമുക്ക് ഡിസ്പ്ലേ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ഈക്വൽ ടു എന്താണ് നമ്മൾ നമ്പർ കൊടുത്തിട്ടുള്ളത്, ആ നമ്പർ തൊട്ടാണ് നമുക്ക് ഡിസ്പ്ലേ കിട്ടുന്നത്. ടൈപ്പ് എന്ന് പറയുന്നത് 1 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 3 തൊട്ടുള്ള നമ്പേഴ്സ് നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് കിട്ടും. അടുത്തൊരു ലിസ്റ്റാണ് ഡെഫിനിഷൻ ലിസ്റ്റ്. നമുക്കൊരു ഡെഫിനിഷൻ ഒക്കെ നമ്മുടെ പേജിനകത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ലിസ്റ്റാണ് ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു നമ്പറിങ്ങോ അല്ലെങ്കിൽ ബുള്ളറ്റ്സോ ഒന്നും ഈ ലിസ്റ്റിനകത്ത് ഉണ്ടാവില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലിസ്റ്റ് അല്ല ഇതെന്ന് പറയുന്നത്. നമുക്ക് ഡെഫിനിഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് നമുക്കൊരു ഡെഫിനിഷൻ, എന്ത് ടേമിന്റെയാണോ ഡെഫിനിഷൻ വേണ്ടത് ആ ടേം കൊടുക്കണം. അതുപോലെ അതിന് കറസ്പോണ്ടിങ് ഡെഫിനിഷൻ എന്താണോ അത് എന്താന്നുള്ള ഒരു സെന്റൻസ് അല്ലെങ്കിൽ 2 സെന്റൻസ് നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് DL ടാഗ്. ഡെഫിനിഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് DL ടാഗ്. എന്ത് ടേമിന്റെ ഡെഫിനിഷൻ ആണ് നമുക്ക് കൊടുക്കേണ്ടത് അതിന്റെ പേര് കൊടുക്കാനുള്ള ടാഗാണ് DT ടാഗ്. ആ ടേമിന്റെ പേര് കൊടുക്കാനുള്ള ടാഗാണ് DT ടാഗ് എന്ന് പറയുന്നത്. അത് കണ്ടെയ്നർ ടാഗ് ആണ്. DT ഓപ്പൺ ചെയ്യുക, നമുക്ക് എന്തിന്റെയാണോ ഡെഫിനിഷൻ കൊടുക്കുന്നത് അതിന്റെ പേര് അവിടെ കൊടുക്കുക, DT ടാഗ് അവിടെ ക്ലോസ് ചെയ്യും. ഇനി അതിന്റെ ഡെഫിനിഷൻ കൊടുക്കാനുള്ള ടാഗാണ് DD ടാഗ്. തെറ്റിപ്പോവരുത്, ടേം കൊടുക്കാനുള്ളതാണ് DT ടാഗ്, അതിന്റെ ഡെഫിനിഷൻ കൊടുക്കാനുള്ള ടാഗാണ് DD ടാഗ്. പലർക്കും അത് അങ്ങോട്ട് തെറ്റിപ്പോവാറുണ്ട്. ഇപ്പൊ ഡെഫിനിഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ടാഗാണ് DL ടാഗ്, അതില് ടേം കൊടുക്കാനുള്ളതാണ് DT ടാഗ്. ആ പേര് തന്നെ ശ്രദ്ധിക്കുക, ഡെഫിനിഷൻ ടേം DT ടാഗ്. അതിന്റെ ഡെഫിനിഷൻ കൊടുക്കാനുള്ളതാണ് DD ടാഗ്. തെറ്റിക്കില്ലല്ലേ? അപ്പൊ അത് കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിച്ചു വരാറുണ്ട് ഈ ടാഗുകളെ പറ്റിയിട്ട്. അപ്പൊ നമ്മൾ 3 ടാഗുകൾ പഠിച്ചു: ഓർഡേർഡ് ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ്, ഡെഫിനിഷൻ ലിസ്റ്റ്. ഓർഡേർഡ് ലിസ്റ്റിനുള്ള ടാഗാണ് OL ടാഗ്, അൺഓർഡേർഡ് ലിസ്റ്റിനുള്ള ടാഗാണ് UL ടാഗ്. ഇനി ഈ 2 ടാഗിനകത്തും ഐറ്റംസ് നമ്മൾ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ടാഗാണ് LI ടാഗ് എന്ന് പറയുന്നത്. ഇനി ഒരു ടോപ്പിക് കൊണ്ട് നമുക്ക് ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളതാണ് നെസ്റ്റഡ് ലിസ്റ്റ്. നെസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്. ഒരു എണ്ണത്തിന്റെ ഉള്ളിൽ വേറെ എണ്ണം വരുന്ന കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയുന്നത്? നെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ലിസ്റ്റിനുള്ളില് വേറൊരു ലിസ്റ്റ് വരുന്നതിനാണ് എന്ത് പറയുന്നത്? നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നെസ്റ്റഡ് ലിസ്റ്റിന്റെ ഒരു ഫോർമാറ്റ് തന്നിട്ട് ഈ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള HTML കോഡ് എഴുതാൻ പറഞ്ഞിട്ട് നമുക്ക് പ്രോഗ്രാമിംഗിലും വരാറുണ്ട്, പ്രാക്ടിക്കലിനും വരാറുണ്ട്, തിയറിക്കും വരാറുണ്ട്.
എളുപ്പമാണ്. ഈ ടാഗുകളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ലിസ്റ്റിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അത് കുറെ പേര് കോംപ്ലിക്കേറ്റഡ് ആണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് കോംപ്ലിക്കേറ്റഡ് അല്ല, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ആൻസർ ആണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എങ്ങനെയാണത് എഴുതുന്നത്. അപ്പൊ നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നോക്ക്, ഒരു നെസ്റ്റഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് എന്താ നമ്മൾ ലിസ്റ്റ് തന്നിരിക്കുന്നത്? ഒന്നെന്ന് പറഞ്ഞിട്ട് ഇൻപുട്ട് ഡിവൈസസ് തന്നിട്ടുണ്ട്. അതിനകത്ത് ഇൻപുട്ട് ഡിവൈസുകളുടെ പേര് ലിസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്താ ലിസ്റ്റിന്റെ? അത് അൺഓർഡേർഡ് ലിസ്റ്റ് ആണ്. പിന്നെ 2 എന്ന് പറഞ്ഞിട്ട് ഔട്ട്പുട്ട് ഡിവൈസ് തന്നിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ലിസ്റ്റുകൾ, കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത അത് അൺഓർഡേർഡ് ലിസ്റ്റ് ആണ്. ഇങ്ങനെ ഒരു ലിസ്റ്റിന്റെ ഉള്ളില് വേറൊരു ലിസ്റ്റ് വരുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, അതിനകത്ത് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് എന്താണ്? ഇൻപുട്ട് ഡിവൈസ് എന്നുള്ള ഓർഡേർഡ് ലിസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ OL എന്ന് പറയുന്ന ടാഗ് ഓപ്പൺ ചെയ്യാം. ഇനി അതിനകത്ത് നമുക്ക് എന്തൊക്കെയാ വേണ്ടത്? അടുത്തത് ഒരു അൺഓർഡേർഡ് ലിസ്റ്റ് ആണ് അതിനകത്ത് വരുന്നത്. നമ്മൾ ഫോർ ലൂപ്പ് ഒക്കെ ചെയ്തില്ല, എന്താ ചെയ്യാ? ഔട്ടർ ഫോർ ലൂപ്പ് ചെയ്ത പിന്നെ ഇന്നർ ഫോർ ലൂപ്പ് ചെയ്ത. അതുപോലെ തന്നെ നമ്മൾ ഔട്ടറിലുള്ള ലിസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇന്നറിലുള്ള ലിസ്റ്റ് ഓപ്പൺ ചെയ്യാം, UL ടാഗ് ഓപ്പൺ ചെയ്യാം. അതിനകത്ത് പറഞ്ഞിട്ടുള്ള ലിസ്റ്റ് ടൈപ്പ് ഏതാണ്? സർക്കിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ടൈപ്പ് ഈക്വൽ ടു സർക്കിൾ എന്ന് കൊടുക്കുക. അതിനകത്തുള്ള ലിസ്റ്റ് ഐറ്റംസ് എഴുതി കൊടുക്കാം. LI ടാഗ് വെച്ചിട്ട് എഴുതി കൊടുക്കാം. LI കീബോർഡ് LI ക്ലോസ് ചെയ്യുക. അടുത്ത LI ഓപ്പൺ ചെയ്യുക, മൗസ് കൊടുക്കുക, ക്ലോസ് ചെയ്യുക, സ്കാനർ കൊടുക്കുക, ക്ലോസ് ചെയ്യുക, മൗസ് MIC ക്ലോസ് ചെയ്യുക, ലാസ്റ്റ് UL ടാഗ് ക്ലോസ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഇന്നർ ലിസ്റ്റ് നമുക്ക് റെഡി. ഇനി നമുക്ക് എന്താ വേണ്ടേ? 2 എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഡിവൈസ് എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യണം. നമ്മളൊരു ഓയിലും ഓപ്പൺ ചെയ്തിട്ടുണ്ട് അല്ലെ? അതിൽ സെക്കൻഡ് ആയിട്ട് നമുക്ക് എന്ത് വേണം? ഈ ഔട്ട്പുട്ട് ഡിവൈസ് എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യണം. അപ്പൊ അതിന് വീണ്ടും OL ടാഗ് ഓപ്പൺ ചെയ്യണം? വേണ്ട, നമുക്ക് എന്ത് ചെയ്താൽ അടുത്ത LI എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി? ഔട്ട്പുട്ട് ഡിവൈസ് എന്നുള്ളത് കൊടുക്കുക. കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആ ഇന്നറിൽ ഓപ്പൺ ചെയ്ത OL ടാഗ് UL ടാഗ് അവിടെ ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ മൊത്തം കാര്യങ്ങള് കഴിഞ്ഞു. അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പൊ അതിന് നമ്മളത് കൊടുക്കാം. അടുത്ത ടാഗ് UL ടാഗ് ഓപ്പൺ ചെയ്യാം. അതിൽ LIയില് പ്രിന്റർ അത് ക്ലോസ് ചെയ്യാം. മോണിറ്റർ അടുത്ത LIയിൽ കൊടുക്കാം. അടുത്ത LIയിൽ സ്പീക്കർ എന്നുള്ളത് കൊടുക്കാം. ഒപ്പം LI ടാഗ് ക്ലോസ് ചെയ്യാം, UL ടാഗ് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് എന്തെങ്കിലും ലിസ്റ്റിലുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ അവിടെ ഓപ്പൺ ചെയ്ത OL ടാഗിനെ ഇവിടെ ക്ലോസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളെ ചെയ്യാനുള്ളൂ. ഒന്നും നമ്മളൊന്ന് ആ ഒരു ടാഗ് എങ്ങനെയാണ് അതിന്റെ ഫോർമാറ്റ് വരുന്നത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ഇത് എഴുതാനായിട്ട് പറ്റും. എളുപ്പമാണ്, വേറെ ഒന്നുമില്ല. ടാഗുകൾ എന്താണെന്നും അതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്, ക്ലോസ് ചെയ്യേണ്ടത്, അതിനകത്ത് എങ്ങനെയാണ് ടേം കൊടുക്കേണ്ടത് എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാല് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ് ഈ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ 3 ടാഗുകൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ഓർഡേർഡ് ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ്, അതുപോലെ തന്നെ ഡെഫിനിഷൻ ലിസ്റ്റ്, നെസ്റ്റഡ് ലിസ്റ്റ്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ് നെസ്റ്റഡ് ലിസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ടാഗും ആ ടാഗിന്റെ യൂസും അതിന്റെ ആട്രിബ്യൂട്ട്സ് എന്താണെന്നുള്ളതൊക്കെ ക്ലിയർ ആക്കി വെക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാവുന്നതാണ്. അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്